പുതിയ വർഷം വരാൻ പോവുകയാണ്. പല കാര്യത്തിലും കേരളം ഭയങ്കര മുൻപന്തിയിലാണ്. നമ്മൾ പറയും നമ്മൾ പിറകോട്ടാണ്, നമുക്ക് സാമ്പത്തികമായി പ്രതിസന്ധിയാണ്, പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ പല കാര്യത്തിലും കേരളത്തിൻ്റെ കുതിച്ചുപോക്ക്, പ്രത്യേകിച്ച് മദ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ 107 കോടിയാണ്, 107.14 കോടി കഴിഞ്ഞ പ്രാവശ്യം കുടിച്ചു. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ ഒരു കൂട്ടിപ്പിടിക്കണം, എല്ലാവരും കുടിക്കുന്ന ആളൊക്കെ ഒന്ന് ഉസാറാക്കിയിട്ട് ഒരു 200 കോടിയെങ്കിലും ആക്കണം. പോരാ 107 കോടി എന്നൊക്കെ പറഞ്ഞ് ചെറിയ പൈസയും എത്ര പൈസ അനാവശ്യമായിട്ട് കുടിച്ച് ദൂർത്തടിച്ച് കളയുന്ന ആളുകൾ. പല ആഘോഷങ്ങളും ആൾക്കാർ ഉപയോഗിക്കുന്നത് തന്നെ ദൂർത്തടിക്കാനാണ്. ഇപ്പോൾ ബർത്ത്ഡേ ആഘോഷം, ഇപ്പോൾ നമ്മളൊക്കെ എതിർത്ത് പറയുമ്പോൾ എന്തിനാ ഒരു ചെറിയ ബർത്ത്ഡേ ആഘോഷം, ചെറിയൊരു കേക്ക് മുറിക്കുന്ന കാര്യത്തിൽ എന്തിനാണ് ഇത്ര വാശി പിടിക്കുന്നതെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഒരു കേക്ക് മുറി കൊണ്ട് അത് അവസാനിക്കില്ല, തീരില്ല. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കൽ കൊണ്ട് അത് അവസാനിക്കില്ല. ഒരു 3-4 കുട്ടികൾക്ക് ഇല്ലവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചേക്കണം നിങ്ങൾ. ഈ ന്യൂ ഇയറൊക്കെ വരുമ്പോൾ, എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ആഘോഷം വരുമ്പോൾ ഒരു കുട്ടീനെ കഴിയുമ്പോൾ അടുത്ത കുട്ടീനെ കഴിയുമ്പോൾ പിന്നെ അത് കുട്ടീൻ്റെ ആവും. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി വരും, അപ്പോൾ കുടുംബത്തിലൊരു ഇത് വരും, അപ്പോൾ അടുത്ത കുട്ടീൻ്റെ, നമ്മുടെ കുടുംബത്തിലാരും കുട്ടീൻ്റെ ബർത്ത്ഡേ ഉണ്ട്, ഒരു കേക്ക് വാങ്ങിച്ച് കൊടുക്കണ്ടേ, ഒരു ചോക്ലേറ്റ് കൊടുക്കണ്ടേ, ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ, അങ്ങനെ പോയി ഗിഫ്റ്റ് കൊടുക്കാനും ചോക്ലേറ്റ് വാങ്ങിക്കാനും സർപ്രൈസ് ആക്കാനും ആയിട്ട് മാത്രം ഒരു മാസത്തിൽ ഒരു 5,000, 6,000, 7,000 രൂപ അങ്ങനെ മാറ്റി വെക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരമാവധി നിങ്ങൾ ആഘോഷങ്ങൾ ചുരുക്കുക, അത്യാവശ്യമായ ആഘോഷങ്ങൾക്ക്. അതുപോലെ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. എത്ര പറഞ്ഞാലും സ്ത്രീകൾക്കൊക്കെ മനസ്സിലാകാത്തൊരു വിഷയമാണിത്, ആഘോഷങ്ങളിലെ ദൂർത്ത്. ഒരിക്കലും മനസ്സിലായി. ഇപ്പോൾ വിവാഹമൊക്കെ ചെയ്യുമ്പോൾ എത്ര കടായും ചോദിച്ചാൽ ഭർത്താക്കന്മാർ പറയുക, ആണുങ്ങൾ പറയുക 10 ലക്ഷം കടായി, 20 ലക്ഷം കടായി, ഇത്ര കടായി നന്ന്. എന്തിനത്രമാത്രം? നിങ്ങൾ 10 ആളെ, 100 ആളെ, ഒരു 50 ആളെ, 100 ആളെ വിളിച്ചോളൂ, എൻ്റെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്തോളൂ, വലിയ കടമൊന്നും ഉണ്ടായില്ല. നിങ്ങൾ നാടൊട്ടാകെ വിളിച്ചിട്ട് നിങ്ങൾ ഈ നാട്ടിൽ ഏറ്റവും വലിയ വിവാഹം എൻ്റെതാണെന്ന് വിചാരിച്ച് അങ്ങനെ കഴിക്കല്ലേ. സാധാരണ ചെറിയ രീതിയിൽ കഴിച്ചോളൂ, അപ്പോൾ അത്ര വരും. ഒരു കേക്കൊക്കെ മുറിച്ച്, ചെറിയൊരു 100 രൂപ ഒരു ചെറിയ കേക്കൊക്കെ മുറിച്ച്, ചെറിയൊരു ബർത്ത്ഡേ പോലത്തെ ഒന്നും ആക്കുന്ന അതല്ല. മറിച്ച് അന്ന് ഭയങ്കരമായി എല്ലാവരും വിളിച്ച്, കുടുംബക്കാരനെ വിളിച്ച്, മറ്റളമാനെ വിളിച്ച്, മൂത്തമ്മാനെ വിളിച്ച്, എൻ്റെ വലിയ ആഘോഷമാക്കുന്നുണ്ട്. ഓരോ ആഘോഷം വരുമ്പോൾ എതിർക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് അവിടെ കൊണ്ട് തീരില്ല, അതിൻ്റെ പല ലെവലിലേക്ക് പോകും. ഇപ്പോൾ കുട്ടികളൊക്കെ 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ പരിപാടി എന്താ, വലിയ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ വലിയ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയിട്ട് വലിയ റിസോർട്ട് അങ്ങനെ എടുത്തിട്ട് ആ ഒരു ദിവസം അവർ ഫുള്ള് സെലിബ്രേറ്റിങ്ങിന് മാത്രം, ഭയങ്കര ആഘോഷത്തിന് മാത്രം വേണ്ടി ഉപയോഗിക്കാൻ പൈസ എത്ര ചിലവ്. ഒരു പാവപ്പെട്ട ഗൾഫുകാരൻ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട പണിയെടുക്കുന്നവൻ്റെ മോൻ, നാട്ടിൽ സാധാരണ പണിയെടുക്കുന്നവരെ ഒരാളുടെ മകൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അങ്ങനെ ആ ലെവലിലേക്ക് മാറേണ്ടി വരും അപ്പോൾ അവസ്ഥ. അപ്പോൾ ഈ മനുഷ്യൻ്റെ അവസ്ഥ എന്താ, സാധാരണ പണിയെടുക്കുന്നവൻ്റെ? നമ്മൾ ചിന്തിക്കണം ആയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അനാവശ്യമായ ദൂർത്തുകൾ ഒഴിവാക്കാൻ നിങ്ങൾക്കൊരു പുതിയ വർഷം പ്രേരകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.